BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടി വരേണ്ട ആളാണോ? ഓടുപത്തി ഇറങ്ങിയ ആളൊന്നും അല്ലല്ലോ റിയാസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ 30 ദിവസം കഴിഞ്ഞിട്ട് റിയാസ് മന്ത്രി ആവില്ല, മുഖ്യമന്ത്രി ആവില്ല എന്ന് അവർക്കറിയാം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത വികസന ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി. കേരള സംസ്ഥാനം അല്ലെങ്കിൽ കേരള രാജ്യം അടക്കി ഭരിക്കേണ്ട ആള്, അങ്ങനെയുള്ള ഒരാളെ, അതൊരു ചെറുപ്പക്കാരനെ, സുമുഖനായ ചെറുപ്പക്കാരനെ, സൽസ്വഭാവിയായ ചെറുപ്പക്കാരനെ ഈ ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിക്കാതിരുന്നത് വളരെ മോശമായി. രാജീവ് ചന്ദ്രശേഖരനെ ഏത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് അതിൽ പങ്കെടുപ്പിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖരന് മാത്രം 2 കൊമ്പുണ്ടോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ നമ്മൾ ജനാധിപത്യത്തിൽ ചില മര്യാദകൾ പാലിക്കണം. ആ മര്യാദകൾ പാലിക്കാതെ പോകുന്നതിന്റെ പ്രശ്നമാണ്. റിയാസ് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞോട്ടെ, ഞങ്ങളോടൊന്നും പറയണ്ടേ. അപ്പൊ എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു ഫാസിസ്റ്റ് പ്രവണത ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് കാണാൻ സാധിക്കുക. നരേന്ദ്രമോദിയുടെ കേവലം ഫാസിസമോ സാമ്രാജ്യത്വമോ അല്ലെങ്കിൽ മുതലാളിത്തമോ ഇത് ചൂഷണം മാത്രമോ അല്ല, മറിച്ച് കേരള സംസ്ഥാനത്തോടും മാർക്സിസ്റ്റ് പാർട്ടിയോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും സർവോപരി മുഖ്യമന്ത്രിയോടുമുള്ള ഒരു അവഹേളനമാണ്. തീരെ വേദനയില്ല. അതിൽ അമ്മായിയച്ഛനെ ക്ഷണിച്ചു, മരുമകനെ ക്ഷണിച്ചില്ല. മരുമകനില്ല എങ്കിൽ ഞാനുമില്ല എന്നായി. ആരോപണ ജയവരെ കണ്ണപ്പ ജയവര് കൂട്ടിനടക്കുന്ന പോലെ ഉള്ള റിയാസിനെയാണ് കൂട്ടിനടക്കുന്നത്. ഈ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല. അതുകൊണ്ട് അമ്മായിയപ്പന് വേണ്ടി ഒഴിച്ചിട്ട കസേര അവിടെ ഒഴിഞ്ഞു തന്നെ കിടന്നു. അദ്ദേഹത്തിന്റെ പട്ടി പോകും എന്ന് പറഞ്ഞാൽ അത് പട്ടിയോടുള്ള അവഹേളനമായിരിക്കും. മുഖ്യമന്ത്രി പോയില്ല, പുള്ളിയുടെ പട്ടി പോയില്ല, ആ കുടുംബത്തിൽ നിന്ന് ആരും പോയില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കാരും പോയില്ല. റിയാസും കൂടെ ഉണ്ടെങ്കിലേ പങ്കെടുക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അത്രക്കായല്ലേ. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധ റോഡ് ഷോ നടത്താൻ പോകുന്ന മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം അവിടെ നടക്കട്ടെ. ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഞങ്ങൾ എല്ലാവരും കൂടി സഞ്ചരിക്കുകയാണ് ഈ റോഡിലൂടെ. സമാന്തര പാത നിർമ്മിച്ചില്ലല്ലോ. സമാന്തര റോഡ് ഷോ ഒക്കെ എളുപ്പമാണ്. അതൊക്കെ ഒരു ഇലക്ഷൻ ഗിമ്മിക്സ് ആണ്. ഇവരിങ്ങനെ ഒരു വിവാദം തെരഞ്ഞു നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അവർക്കറിയാലോ. ശ്രീ മുഹമ്മദ് റിയാസ് കരഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്കറിയാം, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട നടപടികളാണ് ഉള്ളത്. അതിലൊന്ന് സ്ഥലം ഏറ്റെടുപ്പാണ്, രണ്ടാമത്തേത് അതിന്റെ നിർമ്മാണ ചെലവാണ്. ഇത് രണ്ടും ഭാരിച്ച ചെലവുകൾ തന്നെയാണ്. കേരളം ദേശീയപാത അതോറിറ്റിക്ക് മുന്നിൽ വെച്ച വാഗ്ദാനം എന്താണ് എന്ന് വെച്ചാൽ സ്ഥലം ഏറ്റെടുപ്പിന്റെ 25% തുക കേരളം വഹിക്കും എന്നുള്ളതാണ്. ഈ പദ്ധതിക്കാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ട് കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. അതായത് ഏതാണ്ട് 27,000 കോടി രൂപ കേന്ദ്ര സർക്കാരും 5,600 കോടി രൂപ സംസ്ഥാന സർക്കാരും വഹിക്കും എന്നുള്ളതാണ് അതിന്റെ പ്ലാൻ. ഇനി രണ്ടാമത് ഇതിന്റെ നിർമ്മാണ ചെലവാണ്. ആ നിർമ്മാണ ചെലവ് എന്നത് അതിന്റെ എസ്റ്റിമേറ്റ് ഏതാണ്ട് 65,000 കോടി രൂപയാണ്. ഇത് പൂർണ്ണമായും, അതായത് 100% വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു പൈസ പോലും കോൺട്രിബ്യൂഷൻ ആയിട്ടില്ല. LDF ഗവൺമെന്റ് വന്നു, ശ്രീ പിണറായി വിജയൻ വന്നു, ചർച്ച ചെയ്തു, അതിന്റെ ഭാഗമായി ഫണ്ട് ചെലവഴിക്കാൻ തീരുമാനിച്ചുകൊണ്ടല്ലേ ഇതിപ്പോ ട്രാക്കിലായത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ വഹിക്കുന്നത് ഏതാണ്ട് 90,000 കോടി രൂപയ്ക്ക് മുകളിലും സംസ്ഥാന സർക്കാർ വഹിക്കുന്നത് ഏതാണ്ട് 5,600 കോടി രൂപയുമാണ്. ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള 4/1 തുക മാത്രമാണ് ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ. അതും സോഴ്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നല്ല, മറിച്ച് കിഫ്ബിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിലേക്ക് നമ്മുടെ PWD വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കണം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു പരിപാടിയിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ പേര് വെച്ച് മാത്രം വിളിക്കുന്നത് ശരിയാണോ? മുഖ്യമന്ത്രി വീട്ടിലുള്ള എല്ലാവരെയും ക്ഷണിക്കണോ? കിഫ്ബിയുടെ തലവൻ സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ള ക്ഷണമുണ്ട്. അത് കൂടാതെ ഈ പദ്ധതിയുമായി വേണ്ട മറ്റുള്ള ലോക്കൽ അപ്രൂവലുകളും മറ്റു പല കാര്യങ്ങളും നൽകേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ മന്ത്രിമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്ഷണമുണ്ട്. ഇതിൽ യാതൊരു വിധത്തിലുള്ള കോൺട്രിബ്യൂഷനും ഇല്ലാത്തത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ അതിന്റെ പരിപാടി വിളിച്ചു. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റിനെ വിളിക്കണ്ടേ? CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വിളിക്കണ്ടേ? CPIയുടെ സംസ്ഥാന സെക്രട്ടറി വിളിക്കണ്ടേ? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതൃത്വത്തെ വിളിക്കണ്ടേ? ഇത് ജനാധിപത്യത്തിൽ ഗുണകരമാണോ? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണോ കേരളം ഭരിക്കുന്നത്? മുഖ്യമന്ത്രിയല്ലേ? അതുകൊണ്ട് തന്നെ അതിന്റെ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന് ഈ ചടങ്ങിലേക്ക് ക്ഷണമൊന്നും തന്നെ നൽകിയില്ല എന്നുള്ളതാണ് വസ്തുത. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. പിന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങാകുമ്പോൾ അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ പ്രോട്ടോകോൾ, ആരെയൊക്കെ ക്ഷണിക്കണം, ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ സെക്യൂരിറ്റി ചെക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ്
അവരാണ് അതിൽ ആരൊക്കെയാണ് സ്റ്റേജിലിരിക്കേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുക. മറ്റാർക്കും അതിൽ ഒരു തരത്തിലുള്ള അഭിപ്രായത്തിനും പ്രസക്തിയില്ല എന്നുള്ളത് ശ്രീ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കണം. നമ്മൾ ജനാധിപത്യത്തിൽ ചില മര്യാദകൾ പാലിക്കണം. ആ മര്യാദകൾ പാലിക്കാതെ പോകുന്നതിന്റെ പ്രശ്നമാണ്. ദേശീയപാത ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ പാതയല്ലല്ലോ. ഇനി കഴിഞ്ഞ വർഷം മലപ്പുറത്ത് ദേശീയപാതയിൽ അവിടെ ഒരു ഭാഗം തകർന്നു വീണു, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പിണറായി മാമൻ പറഞ്ഞ എന്തായിരുന്നു? അതിന്റെ ആ മുതൽ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞ ആൾക്കാരാണ് നമ്മുടെ കേരള സംസ്ഥാനം ഭരിക്കുന്നത്. അതിൽ നടക്കുന്ന നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും ക്രെഡിറ്റുകളുടെയും നഷ്ടങ്ങളുടെയും എല്ലാം ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് ഒരു വിധത്തിലുള്ള പങ്കുമില്ല എന്നാണ്. അതിനെ തുടർന്ന് ഇക്കാര്യം പറഞ്ഞില്ലേ, അവിടെ നമ്മുടെ റോഡ് ഇടിഞ്ഞപ്പോ മറവിക്കാരനാ. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ഇതിന്റെ പരിപൂർണമായ നിർമ്മാണത്തിന്റെ ചുമതല ഉത്തരവാദിത്വം. ദേശീയപാതയിൽ വിള്ളൽ വീണതോടെ മരുമകൻ അകത്ത് കയറി കഥ കടച്ചതും നമ്മൾ കണ്ടതാണ്. അപ്പൊ കേന്ദ്രത്തിന് വേണ്ടപ്പെട്ട ആളുകളെ അവരുടെ റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവര് പങ്കെടുപ്പിച്ചു. അതിൽ നമ്മൾ പരിഭവം പറയേണ്ട കാര്യമുണ്ടോ? അല്ല, അതിലൊന്നും ഞാൻ മറുപടി പറയുന്നത്. അതിലേക്കൊന്നും അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നതാണല്ലോ. തകർന്നു വീഴുന്ന സമയത്ത് ഞങ്ങൾക്ക് പങ്കില്ല, പക്ഷേ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം അല്ലെങ്കിൽ പൂർത്തിയായ സമയത്തുള്ള ഉദ്ഘാടനം അതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് പൂർണ്ണമായിട്ടും ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, ഇരട്ടത്താപ്പാണ്. ഇതുകൊണ്ടൊന്നും ഞാൻ അടങ്ങില്ല. നീ കണ്ടോ? ഇതുകൊണ്ട് ദേശീയപാത 66 യാഥാർത്ഥ്യമാക്കുന്നതിൽ LDF സർക്കാരിന് റോളില്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമമെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയ കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പോസ്റ്റർ പതിഞ്ഞതുപോലെ പതിഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ ഏതായാലും പതിപ്പിച്ചതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ പോസ്റ്റർ പതിപ്പിച്ച പോലല്ല, പച്ച കുത്തിയതുപോലെ പതിഞ്ഞിട്ടുണ്ട്. ആ പതിപ്പിച്ച സാധനങ്ങളൊന്നും ഒരു കാരണവശാലും മനസ്സിൽ നിന്ന് പോകത്തുമില്ല. ആളുകൾ കൃത്യമായിട്ടെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയം ഇക്കായ്ക്ക് വേണ്ട. പിന്നെ നമ്മൾ അവിടെ ഉദ്ഘാടനത്തിന് ചെന്ന് നിലവിളക്ക് കത്തിക്കുമ്പോൾ എങ്ങാനും കത്തിയില്ലെങ്കിൽ അത് വെറുതെ നമ്മുടെ തലേ വരും. വിളിക്കാഞ്ഞത് നന്നായിക്ക. അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഗുണമായാലും ദോഷമായാലും അത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. ഇത്രയും ഭാരിച്ച പണം അവർ മാത്രമാണ് മുടക്കുന്നത്, അല്ലാതെ സംസ്ഥാന സർക്കാരല്ല. അതും കിഫ്ബി വഴി സോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടത് എന്നതിനെ കുറിച്ച് മനസ്സിലാകുന്നില്ല. NH 66 ഉദ്ഘാടന പരിപാടി പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേരില്ല. നീ എന്തിനാ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പ്രതീക്ഷിക്കാൻ പോയത്? അപ്പൊ ഇങ്ങനെയുള്ള മരുമകനെ ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു പൂജാ വ്യതിക്രമം മാത്രമല്ല, ഈ കേരള ചക്രവർത്തിയോടുള്ള ഒരു അവഹേളനം കൂടിയാണ്. മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ നിനക്കൊക്കെ കൊള്ളാം. ആരായിരുന്നാലും ശരിയാ, ഇവൻ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ചക്രവർത്തിയെ അവഹേളിക്കുന്നവരാണ് മകളെ താഴ്ത്തി കെട്ടുന്നത്, മരുമകനെ തുല്യനായിട്ട് അംഗീകരിക്കാത്തത്. മരുമകൻ എന്ന് വെച്ചാൽ യുവരാജാവാണ്, ഭാവിയിലേക്കുള്ള കേരള ചക്രവർത്തിയാണ്. എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊരു സമാധാനം. വിവിധ പരിപാടികളുടെ ഉദ്ഘാടനമാണ്. അതിൽ നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനം, യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേ NH 66 ഉദ്ഘാടനം സെപ്പറേറ്റ് വേണമായിരുന്നു. അത് ശരിയാ. ഉദ്ഘാടനങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കേരളം എപ്പോഴും മുന്നിലാണ്. പ്രത്യേകിച്ച് നമ്മളെ ആ കാര്യത്തിൽ കണ്ടു പഠിക്കേണ്ടതാണ്. ഭയങ്കരമായ ആള്. മുഖ്യമന്ത്രി 3 ഉദ്ഘാടനമാണ് മറ്റേത് നടത്തിയത്. തുരങ്കപാത, ഒന്ന് സർവേ ഉദ്ഘാടനം, ഒന്ന് നിർമ്മാണ ഉദ്ഘാടനം, അത് കുഴപ്പമില്ല. രണ്ടാമത് ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം ചെയ്യുന്നത്, ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യമായിട്ടാ, ചരിത്രത്തിൽ ആദ്യമായിട്ടാ. നമ്മളുടെ ഒരു കുഞ്ഞു പുൽനാമ്പും നമ്മൾ വലിച്ചു പറിച്ചു വെക്കുന്നത് പോലും ഓരോ പ്രത്യേക ചടങ്ങുകളാക്കി മാറ്റി ഓരോ പ്രത്യേക റീലുകൾ ഉണ്ടാക്കി നാട്ടുകാരെ അറിയിക്കണം നമ്മൾ ഇവിടെ എന്തൊക്കെയോ വികസിപ്പിക്കുന്നുണ്ടെന്ന്. അതിങ്ങനെ പൊക്കി പിടിച്ച് നടക്കൽ അല്ല ഞങ്ങളെ പണി, പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. ഞങ്ങളെപ്പോഴും അത്തരം നിലപാടാണ് സ്വീകരിക്കുക, എല്ലാവരും യോജിപ്പിച്ചു പോകുന്ന നിലപാടാണ് സ്വീകരിക്കുക. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 2014 പ്രധാനമന്ത്രിയായി വന്നപ്പോ ഇതേ പ്രധാനമന്ത്രിയുടെ വേദിയിൽ ഇരിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞിരുന്ന ഇവരൊക്കെ മാറിയ ആളുകളാണല്ലോ ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തിലെ.
നമ്മൾ ജനാധിപത്യത്തിൽ ചില മര്യാദകൾ പാലിക്കണം. ആ മര്യാദകൾ പാലിക്കാതെ പോകുന്നതിന്റെ പ്രശ്നമാണ്. ഒരു പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ ഒരു 5 പരിപാടി ഉണ്ടെങ്കിൽ അത് 5 ദിവസമായിട്ട് നമ്മൾ നടത്തുള്ളൂ. ഒന്നിച്ചൊരു ദിവസം നമ്മൾ നടത്തത്തില്ല. അതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഉദ്ഘാടനങ്ങൾ എങ്ങനെ ക്രമീകരിക്കണമെന്ന്. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. അതിന്റെ ലിസ്റ്റ് വന്നപ്പോ PWD മന്ത്രിയില്ല, BJP സ്റ്റേറ്റ് പ്രസിഡന്റ്. ഇതാണ് ഇക്കാടെ ഏറ്റവും വലിയൊരു പരിഭവം. ഇക്കയെ വിളിച്ചില്ല. രാജീവ് അണ്ണനെ വിളിച്ചിട്ട് പോലും ഇക്കയെ വിളിച്ചില്ല. BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടി വരേണ്ട ആളാണോ? അല്ല, ഈ വെട്ടി മുന്നോട്ട് വന്നവരുടെ കാര്യം പറയുമ്പം ഒരു കാര്യം പ്രത്യേകം പറയാതിരിക്കാൻ നിവർത്തിയില്ല. സീനിയർ ആയിട്ടുള്ള എത്രയോ നേതാക്കന്മാരെ വെട്ടിയാണ് ഈ മന്ത്രിസ്ഥാനം കയ്യിലെടുത്തത്. ഇവിടെ റിയാസ് എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ്, പദവിയിലുള്ള ആളാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നതല്ല റിയാസിന്റെ യോഗ്യതയാണ് ഇവിടെ പരിഗണിക്കപ്പെടേണ്ടത്. അത് നീ തെളിയല്ലോ, ഒരുപാട് തെളിയല്ലേ, അതൊക്കെ നമ്മളറിയാം. ആളുകളുടെ റോൾ അനുസരിച്ചാണല്ലോ ഓരോരുത്തർക്കും ഒരാൾ എങ്ങനെ പ്രിയപ്പെട്ടവനാകുന്നു, എങ്ങനെ പ്രാധാന്യമുള്ളവനാകുന്നു എന്ന് കണ്ടാണല്ലോ രാഷ്ട്രീയത്തിൽ കസേര ഇട്ട് കൊടുക്കുന്നത്. അതുപോലാണെന്ന് വിചാരിച്ച പോരെ. ഒരുപാട് നാട്ടുകാരുടെ തൊള്ളയിൽ വിരലിട്ട് ഇളക്കണം. അല്ല, ഞാൻ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടി വരേണ്ട ആളാണോ? ഇക്കയ്ക്ക് ഇതിനകത്തുള്ള റോൾ എന്താ? ഒരു 10-25,000 ഫ്ലെക്സ് അടിച്ച ഒരു വേദന അല്ലെ? ചിലപ്പോൾ ഇതിന്റെ ഉദ്ഘാടനത്തിലും വിളിച്ചേക്കും എന്ന് കരുതി അഡ്വാൻസ് ആയിട്ടൊക്കെ ഫ്ലെക്സും റീൽസും ഒക്കെ റെഡിയാക്കിയിരുന്നിരിക്കണം. എന്നിട്ട് വിളിക്കാത്തതിലുള്ള വേദനയാണ് ഇക്ക പറയുന്നത്. ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല. മുമ്പ് വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായത്. ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞ എന്താ, വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുമ്പോൾ ഞാനൊക്കെ ഇവിടെ സദസ്സിലാണ് ഇരിക്കുന്നത് എന്നാണ്. അന്ന് അതായിരുന്നു കാരണം. ഇന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം വേദിയിലുണ്ട്, ഞാൻ സദസ്സിൽ പോലും ഇല്ല എന്നുള്ളതാണ്. BJP സ്റ്റേറ്റ് പ്രസിഡന്റ് അവിടെ എന്താണ് റോൾ എന്ന ചോദ്യം അന്ന് ഉന്നയിച്ചിരുന്നു. അത് ഓക്കെ, അത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. വിഴിഞ്ഞത്തില് ഇതേ റിയാസ് പറഞ്ഞല്ലോ ഇത് അല്പത്തരമാണെന്ന്. ന്യായമായ ചോദ്യമാണ്. ഈ കാര്യത്തിൽ അനന്തരം ഞാൻ പിന്താങ്ങും. രാജീവ് ചന്ദ്രശേഖർ ആ സ്റ്റേജിൽ കയറിയിരുന്നത് ഏത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോ നമ്മുടെ വിഴിഞ്ഞത്തെ തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് ഉമ്മൻചാണ്ടിക്ക് വല്ല റോളും ഉണ്ടായിരുന്നോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തില്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കല്ലെടുത്ത് വെച്ചതേ ഉള്ളൂ എന്നായിരുന്നു ആക്ഷേപം. അവിടെ കപ്പലെടുത്തതിൽ ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നോ? ഉമ്മൻചാണ്ടി എന്നൊരു പേര് അവിടെ പ്രസംഗിച്ച് ഏതെങ്കിലും ബിരുദനൊന്ന് ഉപയോഗിച്ചായിരുന്നോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. അപ്പൊ അതൊന്നും നീതികേടല്ല, അതൊന്നും പ്രശ്നമല്ല, അതൊന്നും ചിന്തിക്കേണ്ട വിഷയമല്ല. ഇത് ചിന്തിക്കണം. അപ്പൊ അതിൽ കോൺഗ്രസിൽ നിന്ന് ആൾക്കാരെ ക്ഷണിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആ ചടങ്ങിൽ പരാമർശിക്കപ്പെട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ആകാം, പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് അതിന്റെ 4-1 പോലും പാടില്ല എന്ന് പറയുന്നതും ശുദ്ധ ഹിപ്പോക്രസിയാണ്, ഇരട്ടത്താപ്പാണ്. അതുകൊണ്ട് നിലവിൽ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഈ ഉദ്ഘാടന വിവാദത്തിൽ അതിനെ കൂടുതൽ വഷളാക്കാതിരിക്കുന്നതാണ് ശ്രീ റിയാസിനും ഇടത് സർക്കാരിനും നല്ലത്. അത് പലരും മനസ്സിലാക്കിയ കൊള്ളാം. ആരെങ്കിലും ചവിട്ടി പുറത്താക്കി ഉദ്ഘാടന പരിപാടി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ജനങ്ങള് വസ്തുത കാണില്ല എന്നാണോ? ജനങ്ങൾ ഇതെല്ലാം അറിയുന്നതല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നം ഹൈവേക്ക് സംഭവിച്ചാൽ ഉടനെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓടുന്ന ആളെ 7 അയലത്ത് അവരെ അടുപ്പിക്കാതിരുന്നത് വലിയ പ്രശ്നമായിപ്പോയി. നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ. വകുപ്പ് മന്ത്രിയെ അറിയിക്കാതെ അതിൽ പങ്കെടുക്കുന്നത് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനാണ്. കാണുന്ന സ്റ്റേജിലൊക്കെ കയറിയിരിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടോ? സംസ്ഥാന സർക്കാരിന്റെ ഹെഡ് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോ മുഖ്യമന്ത്രിന്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അദ്ദേഹത്തെ മരുമോൻ എന്ന് ആക്ഷേപ രീതിയിൽ വിളിക്കുമ്പോൾ ആ ശീലം രാജീവ് ചന്ദ്രശേഖരും BJPക്കും ഇങ്ങോട്ട് എടുക്കേണ്ട കാര്യമില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. അതെ, ഇടഞ്ഞ ഞാൻ കൊലകൊമ്പനാ, കൊലകൊമ്പൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാധാരണഗതിയിലുള്ള പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വിളിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിയെ ഇൻവൈറ്റ് ചെയ്തില്ലേ? നിങ്ങളൊപ്പം ഒരു മന്ത്രി വരണമെങ്കിൽ നിങ്ങൾ അത് ഗവൺമെന്റിനോട് പറഞ്ഞ എന്താണ് 7 ദിവസം മുമ്പ് പറയാത്തത്? സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയാണല്ലോ റിയാസ്. ഓടുകൊത്തി ഇറങ്ങിയ ആളൊന്നും അല്ലല്ലോ റിയാസ് എന്ന് പറയുന്നത്. ഓടക്കുഴിയാനെ എന്റെ തന്തയ്ക്ക് പറഞ്ഞല്ലോ, തന്തക്കല്ല തന്തയുടെ തന്തയ്ക്ക് വിളിക്കും. ഉടക്കാൻ വരുന്നു. അപ്പൊ മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോ മുഖ്യമന്ത്രിനൊപ്പം മരുവനും കുടുംബം എല്ലാം വിളിക്കണം എന്ന് എവിടെ എഴുതിക്കുന്നത്? റിയാസിന്റെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ? അല്ല, അത് മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കേണ്ടത്. ആര് അദ്ദേഹത്തിന്റെ ഒപ്പം ആര് വരണം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറി സ്റ്റേജിൽ ഇരുന്ന ശേഷം യോഗ്യതയുള്ളവരെ പുറത്താക്കിയ ശേഷം അനാവശ്യമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വിമർശനം കൊണ്ടുവരികയാണ്.
എന്താ പ്രശ്നം മനസ്സിലാവുന്നില്ല. ഇവിടെ റിയാസ് എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നതല്ല റിയാസിന്റെ യോഗ്യതയാണ് ഇവിടെ പരിഗണിക്കപ്പെടേണ്ടത്. അദ്ദേഹം മന്ത്രിയാണ്. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ഇവരിങ്ങനെ ഒരു വിവാദം തെരഞ്ഞു നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അവർക്കറിയാലോ ഇനിയിപ്പോ 30 ദിവസം കഴിഞ്ഞിട്ട് റിയാസ് മന്ത്രി ആവില്ല, മുഖ്യമന്ത്രി ആവില്ല എന്ന് അവർക്കറിയാം. അങ്ങനെ സംഭവിക്കില്ല, സംഭവിക്കും. അവിടെ ഒരു തരത്തിലും ശ്രീ മുഹമ്മദ് റിയാസ് ഒരു ക്ഷണിതാവാകാനുള്ള ഒരു തരത്തിലുള്ള അർഹതയും അദ്ദേഹത്തിന്റെ പദവി കൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. അതിന്റെ പേരിൽ വെറുതെ കരഞ്ഞിട്ടോ അതിന്റെ പേരിൽ പരാതി പറഞ്ഞിട്ടോ എന്നെ വിളിച്ചില്ല മറ്റവനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടോ ഒരു തരത്തിലുള്ള പ്രയോജനവും ഇല്ല എന്ന് ശ്രീ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.